ഒരു വർഷം BJP PR മാനേജ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1200 കോടി രൂപയാണ് ഒരു വർഷം PR മാനേജ്മെന്റിന് വേണ്ടി മാത്രം NDA സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിക്കുന്നത്. അതിൽ 43%, ഏകദേശം 60 കോടി രൂപ ആർക്കാ നൽകുന്നതെന്നറിയാമോ? ദിനപത്രങ്ങൾക്ക്, ചാനലുകൾക്ക് വേറെ. 600 കോടി രൂപ ഈ രാജ്യത്തെ ദിനപത്രങ്ങൾക്കായി PR മാനേജ്മെന്റിന് വേണ്ടി BJP നൽകുന്നു. അപ്പോ നമ്മൾ പറയും, ഈ പത്രങ്ങളൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കേരളത്തിലുള്ള പോലെയല്ല, ഉത്തരേന്ത്യയിലെ അവസ്ഥ എൻറ്റോർലി ഡിഫറെന്റ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ഞാൻ ഈ വിഷയമായതുകൊണ്ട് മാത്രം ഇന്ന് കേരളത്തിലേക്ക് വന്നത്. ഇന്ന് ഈ വിഷയം സംസാരിക്കണം. കാരണം മാധ്യമ നൈതികതയെക്കുറിച്ച് ഈ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്താണ്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാൻ കിട്ടുന്ന എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തണം എന്നത് തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാനായി ഞാനിവിടെ വന്നത്. പക്ഷേ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന മോദി വിരുദ്ധതയെ ഒന്നും തന്നെ ഒരു തരത്തിലും ഈ ഉത്തരേന്ത്യയിൽ ഒരു രീതിയിലും അഫക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒന്നുമല്ല, മോദിയാണ് വികസന നായകൻ എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പല ഇടങ്ങളിലും നമ്മൾ ചില പോസ്റ്ററുകൾ കണ്ടു. കാരണം PM യോജന, പ്രധാനമന്ത്രി യോജന വഴി ഇത്ര സംഭവങ്ങൾ ആളുകൾക്ക് കിട്ടി, ഇത്ര വീടുകൾ കിട്ടി, അല്ലെങ്കിൽ ഇത്ര ലോണുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലും കണ്ടു. ഞാൻ കേരളത്തിലും പല ഇടങ്ങളിലും ഈ പറയുന്ന പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. വലിയ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും. അത് ഉത്തരേന്ത്യയിൽ സജീവമായി വെച്ചിരുന്നു. അന്ന് ഒരു മാധ്യമം പോലും എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. പക്ഷേ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇതിനു വേണ്ടി എന്താണ് ഇതിലെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി. എന്താണ് അവർ കണ്ടെത്തിയതെന്നറിയാമോ? ഇതൊരു സെറ്റ് ടേക്കാണ്. അതായത് ഈ ഹോർഡിംഗിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതി വഴി ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി, ഞങ്ങളുടെ പണ്ടത്തെ വീട് ഈ ഒരു കുടിലായിരുന്നു, ഇപ്പോഴത്തെ വീട് ഇത്ര വലിയ വീടാണ്, ഇതാണ് സംഭവം. ഈ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീയെ അന്വേഷിച്ചു പോയി ന്യൂസ് ലോണ്ടറിയുടെ മാധ്യമ സംഘം. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ല ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ, ഇത് തന്നെയല്ലേ ഞങ്ങളുടെ വീട്, അതവർ ചിത്രീകരിച്ചു. എന്നിട്ട് തൊട്ടു പിന്നാലെ എന്താ സംഭവിച്ചെന്നറിയോ? അവർക്കെതിരെ ഇപ്പോഴും അത് ഡിഫമേഷൻ കേസ് ഉണ്ട്. എന്തിനാണ് ഡിഫമേഷൻ? അതായത് അവർ ആ വസ്തുത പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപകീർത്തി കേസ് ഉണ്ടാവുകയാണ് മാധ്യമങ്ങൾക്കെതിരെ. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ഒരു ഭരണകൂടത്തിന്റെയും വക്താക്കളാകാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറുതൊന്നുമായിരിക്കില്ല. അത് ദ വയർ, ക്വിന്റ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊക്കെ അറിയാലോ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധന സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് അമിത്ഷായുടെ മകൻ ജയിൻ ഷാ 5000 കോടി രൂപയാണ് ഒരു കോർപ്പറേറ്റ് ബാങ്ക് വഴി വെളുപ്പിച്ചെടുത്തത് എന്നുള്ള വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ് ദ വയറിന്റെ മാധ്യമ സംഘം മുഴുവൻ തന്നെ. 1000 കോടി രൂപയാണ് അവരോട് ചോദിച്ചിരിക്കുന്ന കോമ്പൻസേഷൻ. ഇപ്പോൾ നേരത്തെ പ്രണോയ് റോയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രണോയ് റോയ് ഈ പറയുന്ന സ്ഥാപനം വിട്ടിറങ്ങി ഓടി രക്ഷപ്പെട്ടു. രാജ്ദീപ് സർദേശായി എവിടെയാണ്? രാജ്ദീപ് സർദേശായി എങ്ങനെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോ രാജ്യത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒക്കെ തന്നെയും അവസ്ഥ ഇതാണ്. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളതല്ല. ഇപ്പോ നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ പോസ്റ്റ് ട്രൂത്ത് ഒക്കെ കഴിഞ്ഞു, പോസ്റ്റ് ട്രൂത്തിന്റെ പരിപാടിയൊക്കെ അവസാനിച്ചു. നമുക്കിപ്പോ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരം എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ലാന്നേ. കാരണം അതൊക്കെ നമ്മൾ പറയില്ലേ, കുറെ കഴിയുമ്പോ ന്യൂ നോം എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ തന്നെയും സാധാരണമാവും, കാര്യങ്ങളൊക്കെ തന്നെയും സാധാരണമാകുന്ന നിലയുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂ നോം എന്ന് പറയുക. പോസ്റ്റ് ട്രൂത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. കാരണം 1996 മുതൽക്കാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്ക് വളരെ സജീവമായി കേൾക്കുന്നത്. 2016 ഈ പറയുന്നത് പോലെ പോസ്റ്റ് ട്രൂത്ത് ആ വാക്കായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴും സംശയാസ്പദമായി കാണപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച്, സത്യാനന്തരത്തെക്കുറിച്ച് വളരെ സജീവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് എന്തായിരുന്നു എന്നറിയോ? ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ട്രൂത്തിന് ഒരു വലിയ രസമുള്ള കഥയുണ്ട്. കാര്യം ഈ സത്യാനന്തര കാലം എന്താണെന്നറിയോ? നമ്മളൊക്കെ പറയില്ലേ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചൊരു ഡെഫിനിഷൻ എന്താണ് എല്ലാവരും പറയുക, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മനുഷ്യരോട്
സത്യാനന്തര കാലത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക? ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ശരിയായ സമയത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത് ഞാൻ ഒരു ഡെഫിനിഷൻ, ഇത് ആരെങ്കിലും എന്നോട് പോസ്റ്റ് ട്രൂത്ത് എന്താന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. അതായത് നമ്മളിപ്പോ പറയുകയാണ്, ഒരു വസ്തുതയുമായി പുലബന്ധം പോലും ഉണ്ടാവില്ല, പക്ഷെ അത് ശരിയെന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അത് കറക്റ്റ് ഒരു ഇലക്ഷന്റെ സമയത്താണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, അത് കൃത്യമായി വർക്കാകും. ദിസ് ഈസ് പോസ്റ്റ് ട്രൂത്ത്. ഇതാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ട്രൂത്ത്. ഈ പോസ്റ്റ് ട്രൂത്ത് വെച്ചിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപും ഒക്കെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. 2013 മുതൽക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ട്വിറ്റർ ക്യാമ്പയിനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോസ്റ്റ് ട്രൂത്തിന്റെ ഭീകരത എന്താണെന്ന്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു വമ്പൻ കള്ളം, ആ കള്ളം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു അന്നത്തെ മാധ്യമങ്ങളുടെ. എന്താണെന്നറിയോ? ഈ പറയുന്ന ട്വിൻ ടവർ തകർക്കപ്പെട്ടല്ലോ അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കപ്പെടുന്ന, ഇരട്ട ഗോപുരങ്ങൾ തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ അതിന്റെ തൊട്ടു താഴെ, അതായത് അയാളുടെ ഫ്ളാറ്റിലിരുന്ന് അയാൾ കാണുകയാണ്, അയാളുടെ ഫ്ളാറ്റിന്റെ തൊട്ടു താഴെ അറബ് വംശജരും മുസ്ലിം നാമധാരികളും ഈ പറയുന്നത് പോലെ സ്വീറ്റ്സ് ഒക്കെ പങ്കുവെച്ച് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ പറയുന്ന പുകൾ പെറ്റ ഒരു മാധ്യമ പ്രവർത്തകനും, BBC-യോ ന്യൂയോർക്ക് ടൈംസോ അല്ലെങ്കിൽ ഒരു മാധ്യമവും തയ്യാറായില്ല. അല്ലെങ്കിൽ ബ്ലൂംബെർഗ് വലിയ രീതിയിൽ റെവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്.